എണ്ണ വിപണിക്ക് ആശ്വാസമാകുമോ? ഇറാനുമായി ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമപരമായ സംവിധാനം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ വളരെ അടുത്താണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. എന്നാൽ തന്ത്രപ്രധാനമായ ജലപാത വീണ്ടും തുറക്കുന്നത് അധിക നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച 14 പോയിന്റ് ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിശേഷിപ്പിച്ചതിന് അമേരിക്കയിൽ നിന്നുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ ശനിയാഴ്ച ഇറാൻ പ്രസിഡന്റിന്റെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച അരാക്ചി ഒമാനുമായുള്ള ചർച്ചകൾ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സമുദ്ര ഗതാഗതത്തിന് പുതിയ പാത നിർണ്ണയിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഇരുപക്ഷവും ഒരു കരാറിലെത്താൻ അടുത്തുവെന്നും കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന്റെ റൂട്ട് നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോർമുസ് കടലിടുക്കിന്റെ നിയമപരമായ സംവിധാനവും മാനേജ്മെന്റും സംബന്ധിച്ച് ഒമാനുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു കരാറിന് വളരെ അടുത്താണ്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ ലംഘനങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ അമേരിക്ക അരാക്ചി പറഞ്ഞു. കടലിടുക്ക് വഴി മുൻപ് ഉപയോഗിച്ചിരുന്ന ഗതാഗത വേർതിരിക്കൽ പദ്ധതി ഇനി ടെഹ്റാന് സ്വീകാര്യമല്ലെന്നും പുതിയൊരു പാത സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. മുൻപ് കപ്പൽ ഗതാഗതത്തിന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇനി സ്വീകാര്യമല്ലെന്ന് കരുതുന്ന ഒരു TSS അല്ലെങ്കിൽ റൂട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായും വിപുലമായ സാങ്കേതികവും നിയമപരവുമായ സങ്കീർണതകളുള്ള ഒരു പുതിയ TSS പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. പുതിയൊരു ക്രമീകരണം അന്തിമമാകുന്നതുവരെ സ്ഥിരമായ ഒരു സമുദ്ര ഗതാഗത പാതയ്ക്ക് അടിസ്ഥാനമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു താൽക്കാലിക പാതയെക്കുറിച്ച് ഇറാനും ഒമാനും ചർച്ച ചെയ്യുന്നുണ്ടെന്നും അരാക്ചി പറഞ്ഞു. സാങ്കേതികവും നിയമപരവുമായ സങ്കീർണതകൾ കാരണം നമ്മൾ നിലവിൽ ഒരു താൽക്കാലിക റൂട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പുതിയ റൂട്ടിൽ എത്തുന്നതിന് മുൻപ് പ്രധാന റൂട്ടിന് അടിസ്ഥാനമായി ഒരു താൽക്കാലിക റൂട്ട് പരിഗണിക്കും. നിലവിലുള്ള സമുദ്ര ഭൂപടങ്ങളെ അടിസ്ഥാനമാക്കി ഇറാനിലെയും ഒമാനിലെയും സൈനിക നാവിക ഉദ്യോഗസ്ഥർ ഇതിനകം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ആ ചർച്ചകൾ അവസാനിച്ചതിന് ശേഷം അന്തിമ റൂട്ട് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധാരണാപത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കരാർ ലംഘിച്ചതിന് അമേരിക്കയെ അരാക്ചി കുറ്റപ്പെടുത്തി. ഇറാൻ അതിന്റെ വ്യവസ്ഥകൾ പാലിച്ചുവെന്ന് പറഞ്ഞു. ധാരണാപത്രം ലംഘിച്ചത് അമേരിക്കയാണ്. ധാരണാപത്രത്തിലെ ക്ലോസ് 5 പ്രകാരം 1 മാസത്തിനുള്ളിൽ ഗതാഗത സാഹചര്യങ്ങൾ സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കൂട്ടിച്ചേർത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ സമുദ്ര ഗതാഗതം സാധാരണ നിലയുടെ 60% എത്തിയതായി അരാക്ചി പറഞ്ഞു. എന്നാൽ ടെഹ്റാനിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ച് അമേരിക്ക പിന്നീട് കടലിടുക്കിലൂടെ പുതിയ പാതകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിന്റെ ഇറാന്റെ മാനേജ്മെന്റിനെ ദുർബലപ്പെടുത്താൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മെമ്മറാണ്ടത്തിന്റെയും ജലപാതയ്ക്ക് മേലുള്ള ഇറാന്റെ അധികാരത്തിന്റെയും ലംഘനത്തെ തികച്ചും അസ്വീകാര്യമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഇത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും 5 മാസമായി നിലനിൽക്കുന്ന സംഘർഷം മൂലം തടസ്സപ്പെട്ട എണ്ണ കയറ്റുമതി പുനഃസ്ഥാപിക്കുന്നതിനും കാരണമാകുമെന്നും വെള്ളിയാഴ്ച ഒരു US ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഈ പ്രസ്താവന. ഇറാനും ഒമാനും തമ്മിലുള്ള ജലപാതയുമായി അതിർത്തി പങ്കിടുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഉടൻ തന്നെ ഒരു കരാർ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ പ്രതീക്ഷിക്കുന്നതായി പേര് വെളിപ്പെടുത്താത്ത US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. സാധാരണ വാണിജ്യ എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാൻ ഇത് അനുവദിക്കുന്നു. തന്ത്രപ്രധാനമായ പാതയുടെ നിയന്ത്രണം ഒരു കരാർ ഉറപ്പിക്കുന്നത് വിശാലമായ ഒരു സമാധാന കരാറിലേക്കുള്ള ഒരു പ്രധാന ചവിട്ടുപടിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.